ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എസ്തറ്റിൻ്റെ ഡെക്കറും നമ്മുടെ എലോ കേക്ക്സിൻ്റെ കേക്കും ഒക്കെ വന്നിരിപ്പുണ്ട്. സെലിബ്രേഷൻസിൻ്റെ കേക്ക് ഇപ്പം എലോ കേക്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അവർക്ക് വേറൊരു ബ്രാൻഡും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എലോ കേക്ക്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മണ്ണുത്തിയിൽ അവർക്കൊരു ഷോപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ അപ്പനും മക്കളുമൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഡോൺ ചേട്ടൻ ഇത് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡോൺ ചേട്ടന് ഈ കളറിൽ ഷർട്ടില്ല കേട്ടോ. ചാക്കോച്ചൻ്റെയും തോമുവിൻ്റെയും പാച്ചുവിൻ്റെയൊക്കെ ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓഫറിന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ല ഡ്രസ്സാണ് കേട്ടോ. കണ്ടതിലും പിള്ളേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് യൂട്യൂബിലും ഫുൾ ഓൺ കമൻസാണ്. ഞങ്ങളുടെ ചാക്കോച്ചന് ബർത്ത്ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും. അപ്പോൾ അതേ പതിവ് പോലെ ഫോട്ടോ സെക്ഷൻ നിങ്ങൾക്കറിയാലോ, ഇവിടെ എല്ലാവരുടെയും ഒരു ബേസിക് നീഡാണ് ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് നിൽക്കുകയാണ്. പിള്ളേരെ ഇപ്പം തോമും പാച്ചും ഭയങ്കര കളിയായിരുന്നു. നമ്മളതിൻ്റെ ഇടയ്ക്ക് ഫോഴ്സ് ചെയ്താൽ അവർ നിൽക്കില്ല. സോ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മമ്മി വീഡിയോ എടുക്കുന്നു, ഡിംപിൾ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അക്കിനെയും പേപ്പനെയും വിളിച്ചെങ്കിലും അവർക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നില്ല കേട്ടോ. മീൻസ് അക്കിക്ക് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞാൽ ആകെ ഒരു മടുപ്പായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊച്ചിനെ അങ്ങോട്ട് പോയി കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരുടെ ഒരു കൊച്ചുമോനിൽ ഒരു കൊച്ചുമോനാണത്, മെയിൻ കൊച്ചുമോൻ എന്ന് ഞാൻ പറയും കേട്ടോ. അങ്ങനെ അതേ തോമുവിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. പക്ഷെ അവരെല്ലാവരും വേറെ വൈബിലാണ് കേട്ടോ. ചാക്കോ അങ്ങനെയല്ല, ഏത് സിറ്റുവേഷനിലും നിൽക്കുന്ന കൂടെ. നമ്മളപ്പോൾ പറഞ്ഞ അവനവിടെ നിൽക്കും, ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ അവന് ഒന്നും കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് 2 ദിവസം കൊണ്ട് വരുത്തിച്ചാണ്. കാരണം എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തപ്പം എനിക്കൊരാഗ്രഹം, എനിക്ക് ഇട്ടാലോ എന്ന്. അപ്പോൾ വേഗം കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇട്ട് വന്നപ്പോൾ ഡോൺ ചേട്ടനും മമ്മിക്കും ഡാഡിക്കും ഡിംപിളിനും പെപ്പനും അക്കിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് മമ്മീയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ മമ്മീയുടെ ഡാഡിയുടെ കൂടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ചാക്കോ ഓടിപ്പോയി ഡാഡിയോട് എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഡാഡി അവന് കുറച്ച് വെഹിക്കിളുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അവൻ ഭയങ്കര കൊതിയോടെ ഡാഡിയുടെ ഒക്കത്ത് കയറിയിരുന്നു കേട്ടോ. ഒക്കത്താണെങ്കിലും മമ്മിയോടാണ് കേട്ടോ സ്നേഹം കൂടുതലും. അപ്പോൾ അവർ രണ്ടുപേരാണ് കൂടുതലും സെറ്റ്. മമ്മിയുടെ അടുത്താണ് അവൻ എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടും. അപ്പോൾ ഞാൻ നോ പറയുന്ന കാര്യങ്ങൾ അവൻ മമ്മിയോട് ചോദിച്ചിട്ടാണ് സാധിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. ഞങ്ങളുടെ വീട്ടിലെ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെയും ഒരു കണ്ണിലുണ്ണിയാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായിട്ടോ. കുറേ പേര് പേഴ്സണലി അയച്ചതും പിന്നെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനകത്ത് സ്പെഷ്യലി എനിക്ക് തോന്നുന്നൊരു അനു എൽസ എന്ന് പറഞ്ഞൊരു കുട്ടി വളരെ ഭംഗിയായിട്ട്, കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല, പിന്നെ സുലി ചേച്ചി, അങ്ങനെ കുറേ പേര് കേട്ടോ. നമ്മുടെ റോജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമുക്ക് വാട്സപ്പിൽ ബിസിനസ്സിനും മെസ്സേജ് അയക്കാറുണ്ട്. ഇത് എനിക്ക് ഫോട്ടോസ് കുറേ ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് ചാക്കോ ലീലമാമയുടെ കൂടെ നിൽക്കുകയാണ്. അച്ഛന് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ, അച്ഛൻ വരില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവൻ്റെ ചിരിക്ക് പിന്നിൽ എൻ്റെ ഈ കോക്രാത്തി കാണും കേട്ടോ. നിങ്ങൾ ഇത് കൂടുതലും ഡിമ്പിളിൻ്റെ വീഡിയോയിലും മമ്മിയുടെ വീഡിയോയിലും കണ്ട് കാണും. അപ്പോൾ ഡിമ്പിൾ അവനും ഒരു ടോം ആൻഡ് ജെറി സെഗ്മെൻ്റാണ് കേട്ടോ. അവർ ഫുൾ ടൈം അടികൂടലാണ്. ചാക്കോനെ ഉറക്കത്തിലും ആരടിച്ചതെന്ന് വെച്ചാൽ ഓച്ചു അല്ലെങ്കിൽ ഡാഡി. അടിക്കോ പിച്ചോ ചെയ്യാതെ ഡാഡിയാണ് കേട്ടോ. ഡാഡിയും ഓച്ചു അന്നേ അവൻ തലയിലിട്ട് കൊടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും അല്ലാത്ത തോമു ആണെന്ന് പറയും. തോമു ആ പഞ്ചായത്തിൽ കൂടെ ഉണ്ടാവില്ല, പക്ഷെ തോമുവിൻ്റെ പേര് പറയും. അങ്ങനെയാണ് ചാക്കോൻ്റെ രീതി. അപ്പോൾ കേക്ക് ഏറ്റവും ലാസ്റ്റ് എടുക്കാം, അതിന് മുമ്പ് ഫോട്ടോസ് എടുക്കാം. ഇവരെ 3 പേരെ ഒന്നിച്ച് നമുക്ക് വീഡിയോസിലും ഫോട്ടോസിലും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരാൾ വരുമ്പോൾ ഒരാൾ പോവും. അപ്പോൾ ചാക്കോ ഇറങ്ങാൻ പോകാനും തിരിച്ച് കയറാൻ പറഞ്ഞപ്പോൾ അവൻ കയറിയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ പിള്ളേരുടെ ഔട്ട്ഫിറ്റ്. കൊക്കോമെലൻ തീമാണ് നമ്മളെടുത്തത്. ഡെക്കർ ഞാൻ പറഞ്ഞ പോലെ എസ്തറ്റിൻ്റെ ഡെക്കറായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈവ് ആവണമെന്നുണ്ട്. നോക്കട്ടെ, പറ്റിയാൽ ഞാൻ ലൈവ് ആക്കും, അല്ലെങ്കിൽ നാളെ നമുക്ക് കാണാം. എന്താ പറയുക, നോക്കട്ടെ. ഈ വീഡിയോയുടെ ഒരു ഔട്ട്പുട്ട് പോണ പോലെ ഇരിക്കും അതിൻ്റെ ഒരു ഇത്. എനിക്കിനി ഈ വോയിസ് ഓവർ കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ കുറച്ചധികം സമയമെടുക്കും. ചിലപ്പം നിങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. 10:20 ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. കാരണം ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ടിരുന്നാണ് സാധാരണ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് അമ്മയുള്ളതുകൊണ്ട് അമ്മയുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു നേരത്തെ കൊടുക്കാം. പറ്റുന്ന അത്രയും നേരം കൊടുത്തു വെക്കാം, ഇല്ലെങ്കിൽ ബാക്കി അമ്മയുടെ അടുത്ത് പോയിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് അമ്മ ആകെ ടയേർഡാണ്. കാരണം
രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പക്ഷേ വണ്ടി ഇടയ്ക്കൊന്ന് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ വേറെ വണ്ടിയിൽ കയറി വന്നു. തൃശ്ശൂരിൽ നിന്ന് വീട്ടിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം റോഡ് പണിയും ബ്ലോക്കും ഒക്കെ ആയിട്ട് ഓട്ടോ ഇതിലേക്ക് പോയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്നാലും കൊച്ചുമോൻ്റെ ബർത്ത്ഡേ കാണാനായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇവരെ ഒന്ന് നിർത്താമെന്ന് വെച്ചാൽ നമുക്ക് അതിന് പകരം വീട്ടു ജോലിക്ക് പോയാലെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇവർ ഒന്ന് ഒപ്പം കിട്ടാനായിട്ട്. അപ്പോൾ ഇവരിവിടെ ഇരുത്തിയേക്കാണ് കേക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചാക്കോ എല്ലാത്തിനും എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ. വാവ്, കൊള്ളാം, ഇഷ്ടമായി, നല്ലതാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു സ്റ്റാൻലി ചേട്ടൻ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോണ്ടിന് വേണ്ട, ക്രീം മതി. അപ്പം പിന്നെ നമുക്ക് ആ ഡെക്കറേഷൻസ് ഒന്നും ഫോണ്ടിന് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീൽസ് ഓൺ ദി ബസ്സും കോക്കോമെലനും ഒക്കെയുള്ള ഒരു നമ്മുടെ ഡെക്കർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ വളരെ കളർഫുള്ളായിട്ട് നടന്നു. പിന്നെ ഫുഡ് കഴിച്ചതും ഇതൊക്കെ മമ്മി വ്ളോഗിൽ കാണിക്കും കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു. അപ്പം ഡെക്കറേറ്റ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഐഡിയ ഒക്കെ തന്നത് ഡിമ്പിളാണ് കേട്ടോ. ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിലെ ഐഡിയക്കാരി ഡിമ്പിളാണ്. ഡിമ്പിളിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സെലിബ്രേഷൻസ്, ഡെക്കറേഷൻസ്, അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ, തീമും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഡിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഡിമ്പിളില്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രാവശ്യമാണ് മമ്മിയുടെ ബർത്ത്ഡേക്കാന്ന് തോന്നി ഞാൻ എന്തോ അറേഞ്ച് ചെയ്തത്. പക്ഷേ ഡിമ്പിളാണ് കൂടുതലും ചെയ്യുക. എനിക്കും അതാണ് ഇഷ്ടം. കാരണം എനിക്ക് അങ്ങനെ വലിയ പെരുത്ത ഐഡിയാസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഡിമ്പിളിനാകുമ്പോൾ അതായത് രീതിയിലും പിന്നെ വർഷങ്ങളായിട്ട് അവർ ചെയ്ത് വന്നവർക്ക് യൂസ്ഡുമാണ്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പുതിയ കാര്യങ്ങളാണ്. പിന്നെ ഇനി നമ്മൾ വർഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മളും അത് യൂസ്ഡു ആവും, അങ്ങനെയൊക്കെ. അപ്പോൾ അതേ കേക്ക് നശിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മെയിൻ ഒരു ജോലിയാണ്. കാരണം അവർക്ക് എപ്പോൾ വേണേലും എന്ത് വേണേലും തോന്നാം. അതുകൊണ്ട് വേഗം പരിപാടികൾ നമ്മൾ ഫോട്ടോയ്ക്കാണ് കൂടുതലും ടൈം എടുക്കുക. കാരണം ഇവർ നിൽക്കില്ല. പക്ഷെ നമുക്ക് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുക ഫോട്ടോ എടുക്കുക. കാരണം അതൊക്കെ ഒരു മെമ്മറീസാണ്. ഏത് കാലത്തും എടുത്ത് അവർ ചോദിക്കുമ്പോൾ അവരെ കാണിക്കാനായിട്ട് നമുക്കൊരു മെമ്മറീസ് വേണം. ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഏത് കാലത്തും കാണാമെന്നുള്ളതായി. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും കാണാമല്ലോ. അപ്പം ഈ സിയാൻ എന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് വന്നതാണ് കേട്ടോ. നമ്മുടെ എസ്തെറ്റിൽ നിന്ന് വന്നതാണ്. അതല്ലാണ്ട് അതിൽ കുറേ ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എസ്തെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എസ്തെറ്റ് മോടെ നമ്മുടെ സ്റ്റാൻലി ചേട്ടൻ്റെ യെല്ലോ കേക്ക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സിയാൻ എന്ന് എഴുതിയ പ്ലക്കാർഡ് മാത്രം നമ്മുടെ ഇവർ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ചാക്കോനോട് പോയി നിൽക്കാൻ പറയാണ്. അപ്പോൾ ഇത് നിൽക്കുകയാണ്. ചാക്കോയുടെ ഫോട്ടോ 2-3 നല്ലത് കിട്ടി. പിന്നെ അങ്ങനെ കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അങ്ങനെ മറ്റേ പടക്കം പൊട്ടിക്കലൊന്നും ഞാൻ വാങ്ങിച്ചില്ല. കാരണം അതൊക്കെ പൊട്ടിച്ചാൽ ഭയങ്കര പണിയാണ്. കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നല്ല പെരുത്ത പണിയാണ്. അങ്ങനെ എന്താ പറയുക, നല്ല 2 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി അവൻ്റെ ലൈഫിൽ അവന് നല്ലത് മാത്രം വരട്ടെ. ഇതുപോലെ തന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. നമുക്കിഷ്ടമല്ല നമ്മുടെ മക്കളെ കുറേ പേരിങ്ങനെ സ്നേഹിക്കുക, നല്ലത് പറയുക, അവർക്ക് ഒരു പോസിറ്റീവ് വൈബ് മാത്രം എപ്പോഴും പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ഇഷ്ടം നമ്മുടെ മക്കളെക്കുറിച്ച് നല്ലത് പറയുന്ന കേൾക്കാനായിട്ടാണല്ലേ. എപ്പോഴും ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടീനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമാവാറില്ല കേട്ടോ. എനിക്ക് എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞാലും ഞാൻ ഒന്നും നോക്കില്ല. ചില സമയങ്ങളിൽ നമുക്ക് കേൾക്കേണ്ടി വരും. ഞാൻ ആലോചിക്കും, നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ എൻ്റെ മകനെ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ കുറ്റം പറയുമ്പോൾ? ആരുടെ മക്കളെയും ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. അപ്പനും അമ്മയ്ക്കും ഉള്ള സ്നേഹം പോലും നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് കാണില്ലല്ലോ. അല്ലെങ്കിൽ പറയുന്നവർ നോക്കുക. എൻ്റെ സ്റ്റാൻഡേർഡാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യും. നിങ്ങൾ കണ്ട് അഭിപ്രായം പറയാൻ പലർക്കും പറ്റും. നോക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലേ. പിള്ളേരെ നോക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കിഷ്ടമില്ല. അതിപ്പോൾ ആരുടെ മക്കളായാലും എനിക്കിഷ്ടമില്ല കുറ്റം പറയാം. നമ്മൾ വീട്ടിൽ പറയണ പോലെയല്ല, അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവർ ആ കുട്ടികളിലേക്ക് ഡീമോട്ടിവേറ്റ് ആവാൻ അത് മതി, വേറെ ഒന്നും വേണ്ട. അവർക്ക് തന്നെ തോന്നും ഞാൻ കൊള്ളില്ല, ഞാനെന്തോ ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും പറയണം. പിന്നെ അവർക്ക് ചില പിള്ളേർക്ക് അത് തന്നെ ചെയ്യാനുള്ളൊരു മോട്ടോ തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ പല ടൈപ്പിലുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ഇതൊക്കെയാണോ വലിയ കാര്യം. പക്ഷേ അങ്ങനെയുണ്ട്. എന്നെ സംബന്ധിച്ച് ആസ് എ പേരൻറ്റ്, ആസ് എ അമ്മ, എനിക്കത് ഇഷ്ടമില്ല. എൻ്റെ മകനെ ആരെന്ത് പറഞ്ഞാലും, എൻ്റെ ചാക്കോനെ ആയാലും തോമൂനെ ആയാലും എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടാവില്ല. ചിലപ്പോൾ ഞാൻ മുഖതാവിൽ ഒന്നും പറയില്ല, പക്ഷെ മനസ്സിൽ 10-20 ചീത്ത ഞാൻ വിളിച്ചിട്ടുണ്ടാവും. കാരണം
നമുക്ക് പറയാൻ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവർ നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ രണ്ട് ചീത്ത വിളിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ആരെന്ത് പറഞ്ഞാലും ഇപ്പം ഈവൻ എന്നെ പറഞ്ഞാൽ പോലും ഞാൻ ആണോ, നിങ്ങൾ പിന്നെ പുണ്യാളന്മാരായതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ചിലർ നമ്മളെ ബോഡി ഷെയിം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയും. ചിലപ്പോൾ നമ്മൾ കേൾക്കാണ്ട് പറയും, പക്ഷേ ആ കേൾക്കുന്നവർ നമ്മളോട് ഒന്ന് പറയും. അപ്പോൾ ഞാൻ പറയും എല്ലാം കൊള്ളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും കേൾക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ചില കാര്യങ്ങൾ ഞാൻ പറയില്ല, ചിലപ്പോൾ ഞാൻ ഭയങ്കര വിഷമമുള്ള കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കും. ഇപ്പോൾ അവരെ പറഞ്ഞ് ബോധിപ്പിച്ച് അവർക്ക് മനസ്സിലാവാൻ പോകണില്ല അല്ലേ. നമ്മുടെ കാര്യം നമ്മുടെ മാത്രം കാര്യമാണ്. പലരും ഇത് പറയാറുണ്ട്, നമ്മുടെ കാര്യം നമ്മുടെ മാത്രം കാര്യമാണ്. അതിലെന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് എന്താണ് സത്യം എന്നുള്ളത് അതിൽ നിൽക്കുന്നവർക്കും അതിലൂടെ പാസ് ചെയ്ത് പോകുന്നവർക്കും മാത്രമേ അറിയുള്ളൂ കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി എവിടേക്കോ അവസാനിച്ചു അല്ലേ. പിള്ളേരുടെ കാര്യം പറഞ്ഞ് തുടങ്ങിയപ്പോൾ പൊതു കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്നു. അപ്പോൾ അതേ ഇവിടെ കേക്ക് കൊടുപ്പും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ചാക്കോ അതിനെന്ന് വെച്ചാൽ അവൻ കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഡോൺചേട്ടൻ അതിനാണ് കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും 3 പേർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ബർത്ത്ഡേ എന്നായി. പിന്നെ അമ്മ വന്നപ്പോൾ ഒന്നും കൂടെ സന്തോഷമായി. അമ്മ നാളെ പോകാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പോകണ്ട, ഇവിടെ നിൽക്കും. നാളെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. നമ്മുടെ തറവാട്ടിലുള്ള ഷൈനി ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണമാണ് തിരൂർ. അപ്പോൾ ആദ്യം ഡാഡിയും മോനും മമ്മിയും കൂടെ പോകാമെന്നാണ് പറഞ്ഞത്. അമ്മ ഉണ്ടെങ്കിൽ ഞാൻ പോവാം എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ ഒക്കേഷനുകൾ വളരെ കുറവാണ്. പുറത്തിറങ്ങുക എന്ന് വെച്ചാൽ എനിക്കെന്തോ വലിയൊരു പരോള് കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ പോകണ്ടേ, നമ്മുടെ അക്കീനെയും പേപ്പനെയും. അവരെന്തായാലും അവനെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. കാരണം നമ്മൾ ബർത്ത്ഡേസ് വരുമ്പം കേക്ക് കട്ട് ചെയ്ത് അവർക്ക് കൊണ്ട് കൊടുക്കാറും പിള്ളേരെ കൊണ്ട് കാണിക്കാറും ഒക്കെയുണ്ട്. ഭയങ്കര സന്തോഷത്തിൽ അവർ സിറ്റ് ഔട്ടിലിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അവരിതേ ഓടി അകത്ത് കയറുകയാണ്. അപ്പോൾ അവരുടെ പൊന്നു മോൻ അവർ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേപ്പറിൽ നിന്ന് പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ വക ബർത്ത്ഡേ വിഷും ഉമ്മയും ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടി കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞാൽ അവന് വെള്ളം എടുത്ത് തരിക, ഭക്ഷണം കൊടുക്കുക, അവനെ ഉറക്കുക, ഇതൊക്കെയാണ് ചേച്ചിയുടെ ജോലി. അവനെ കളിപ്പിക്കുക, കൂടെ കിടത്തുക, ഇതൊക്കെയാണ് അക്കയുടെ ജോലി. പേപ്പർ പിന്നെ ഫുൾ ഓൺ ഡ്യൂട്ടിയാണ്. അവനെ കളിപ്പിക്കുക, അവൻ്റെ ഓടിച്ചാടി കളിക്കുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് പേപ്പറിൻ്റെ ജോലി. അപ്പം എന്താ പറയുക, നല്ലൊരു അവൻ്റെ എന്താ പറയുക ചെറുപ്പം തൊട്ട് അവൻ്റെ ഒരു 6 മാസം തൊട്ട് അവരെ ശരിക്കും അടുത്തറിഞ്ഞ് തുടങ്ങിയതാണ്. അവൻ്റെ ലോകമാണ് ഞങ്ങൾ കഴിഞ്ഞ അവൻ്റെ ലോകം അവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പാരൻസിനേക്കാളും കൂടുതൽ എളുപ്പം അവന് അക്കിയോടും പേപ്പരോടും ചേച്ചിയോടും കാണും. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കുക എന്നൊക്കെ വെച്ചാൽ. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് സമ്മതിക്കാതൊന്നും നടക്കില്ലല്ലോ. അപ്പം മമ്മിയുടെയും ഡാഡിയുടെയും ഒക്കെ ഇതുള്ളത് കൊണ്ടാണ് അവനോട് പോയി നിൽക്കാനും അവരോട് എൻജോയ് ചെയ്യാനും അവനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന കേട്ടോ. അവൻ്റെ സ്വർഗ്ഗമാണ് അവിടെ എന്ന് ഞാൻ പറയും കേട്ടോ. അവൻ്റെ സ്വർഗം അവിടെയാണ്, അവൻ്റെ പകുതി ജീവൻ അവിടെയാണ്. ഇപ്പോൾ ഈ ഒരു 3 മാസം ഗ്യാപ്പ് വന്നത് ഉള്ളൂ കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ അവനെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇറങ്ങി സ്ഥിതി പിള്ളേരാരും ഇല്ലല്ലോ, നമുക്ക് അന്തോണീസ് പുണ്യാളിൻ്റെ അടുത്ത് കുരിശുതൊട്ടിയിലെങ്കിലും പോയിട്ട് വരാൻ ഡോൺ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അക്കിയും പേപ്പർ ഇന്നലെ അടിപൊളി ഹോട്ട് വീൽസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കോയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവൻ്റെ എന്താ പറയുക, അവന് കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു തോമുവിനേക്കാളും കുറച്ചും കൂടെ ക്രൈസ് ചാക്കോയ്ക്കാണെന്ന് ഞാൻ പറയും കേട്ടോ. അത്രയ്ക്കും ക്രൈസാണ് അവന്. അപ്പോൾ അക്കിയോട് പറഞ്ഞിട്ട് കാരണം അവൻ ഗിഫ്റ്റ് കിട്ടിയാൽ അത് വലിച്ച് കീറി പൊട്ടിക്കുക അതൊന്നുമില്ല. വളരെ ക്ഷമയോടെ ഓരോ സൈഡിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ അക്കി പറഞ്ഞ് വലിച്ച് കീറടാ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവനതൊന്നും കൂട്ടാക്കിയില്ല. കാറ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർക്കിതൊന്നും ചിലപ്പോൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരെ മനസ്സറിഞ്ഞ് അവന് ഇഷ്ടമുള്ള ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി ഞാൻ. അവനേക്കാളും കൂടുതൽ ഹാപ്പി ആയത് ഞാനാണ് കേട്ടോ. നമ്മുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അവരോട് ഓട്ടോമാറ്റിക്കലി ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹം വരും. അത് ഭൂമിശാസ്ത്രമാണ്. നമ്മുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സന്തോഷം വരും. അങ്ങനെയൊക്കെ. അപ്പോൾ അതേ ബർത്ത്ഡേ വിഷസൊക്കെ കിട്ടിയിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ പറയുക, പുണ്യാളിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. അവനതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. വലിയ അലമ്പൊന്നുമില്ല അവനെ കൊണ്ട് ആ കാര്യത്തിൽ. അങ്ങനെ അതേ നമ്മളതേ പുണ്യാളിൻ്റെ അടുത്ത് എത്തി. ചാക്കോയ്ക്ക് ഭയങ്കര സന്തോഷമായി. പുണ്യാളിൻ്റെ അടുത്ത് ഏതാണ്ടൊക്കെ സ്വകാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തേലും ആട്ടോ, അവന് സ്വകാര്യം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പയുടെ കൈ പിടിച്ചൊക്കെ വരികയാണ്.
നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് പള്ളിയിൽ പോക്ക് അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മിസ്സാക്കാറില്ല. അപ്പോൾ ദേ അപ്പയും മോനും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എനിക്ക് ഡോൺ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി ഈ ഷർട്ടിൽ. എനിക്ക് ഒന്നുകൂടെ ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ഭർത്താക്കന്മാരോട് നമുക്കൊരു ഒരു ഒരു മമത എപ്പോഴും ഉണ്ടല്ലോ. ആ മമത ഇന്ന് എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. തൗമൂൻ്റെയും ചാക്കോച്ചൻ്റെയും പാച്ചുൻ്റെയും ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ട് നല്ലൊരു ഡ്രസ്സായിരുന്നു. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ബർത്ത്ഡേ കഴിഞ്ഞു. എല്ലാവരുടെയും വിഷിനും പ്രാർത്ഥനകൾക്കും നന്ദി. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. ബൈ.